കോഴിക്കോട് കോർപ്പറേഷനിൽ മാത്രമല്ല ഗ്രാമീണ മേഖലകളിലൊക്കെ ഏറ്റവും ആവേശകരമായ തെരഞ്ഞെടുപ്പ് പ്രചരണമാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. എല്ലാവരും ഏറ്റവും ആവേശത്തോടെ രംഗത്തിറങ്ങിയിരിക്കുന്നു. കുട്ടനുണ്ട് നമ്മളോടൊപ്പം. കുട്ടൻ, ഗുഡ് മോർണിംഗ്. പാലക്കാട് നിന്നാണ് സംസാരിക്കുന്നത്. കുട്ടൻ എവിടെയാണ് നിൽക്കുന്നത്? എന്താണ് അവിടുത്തെ വിശേഷം? മനു, ഞാനിപ്പോൾ കോഴിക്കോട് ജില്ലയുടെ ഒരു ഗ്രാമീണ മേഖലയിലാണ്. നമുക്കറിയാം, കോഴിക്കോട് ജില്ലയുടെ ഗ്രാമപ്രദേശങ്ങൾ എന്നൊക്കെ പറയുന്നത് LDFിൻ്റെ, പ്രത്യേകിച്ച് CPIMൻ്റെ ശക്തി കേന്ദ്രങ്ങളാണ്. ഭൂരിഭാഗം പഞ്ചായത്തുകളിലും LDFിൻ്റെ ഭരണമാണ്. അതോടൊപ്പം തന്നെ ജില്ലാ പഞ്ചായത്ത്, ബ്ലോക്ക് പഞ്ചായത്തിലൊക്കെ ശക്തമായ സ്വാധീനം, ശക്തമായ വലിയ രീതിയിലുള്ളൊരു മുന്നേറ്റം LDFിനുണ്ടാകും. കഴിഞ്ഞ കുറേ കാലങ്ങളായി അങ്ങനെ തന്നെയാണ്. ഈ തെരഞ്ഞെടുപ്പിലും അങ്ങനെ തന്നെ ആയിരിക്കും എന്നുള്ളതാണ് പൊതുവിൽ പ്രതീക്ഷിക്കപ്പെടുന്നത്. അതിലും വളരെ ആവേശകരമായ, വളരെ വാശിയേറിയ മത്സരങ്ങളാണ്. നമുക്ക് അറിയാലോ മനു, ഈ നഗരത്തിൻ്റെ തിരക്കിനിടയിൽ ഗ്രാമങ്ങളിലേക്കൊക്കെ ഇങ്ങനെ ലൈവായിട്ടൊന്നും മോർണിംഗ് ഷോയിലേക്ക് എത്താൻ വേണ്ടി പറ്റാറില്ല. പക്ഷേ പരമാവധി കവറേജുകളും വാർത്തകളൊക്കെ നമ്മൾ നൽകാറുണ്ട്. ഞാനിപ്പോൾ നിൽക്കുന്നത് ഉള്ളേരിയിലാണ്. നമുക്കറിയാം, ഒരു കൂട്ടം തന്നെ എൻ്റെ കൂടെയുണ്ട്. ഇവർ രാവിലെ മുതൽ തന്നെ വീട് കയറാനൊക്കെയായി അതിരാവിലെ തന്നെ പ്രചാരണം തുടങ്ങിയിരിക്കുകയാണ്. ഇനി ഇതിന് ശേഷം ചെറിയ ചെറിയ യോഗങ്ങൾ, മീറ്റിങ്ങുകൾ, വാർഡ് തല പൊതുയോഗങ്ങളൊക്കെ ഉണ്ട്. പ്രധാനപ്പെട്ട നേതാക്കളൊക്കെ എത്തുന്ന വാർഡ് തല പൊതുയോഗങ്ങളൊക്കെ ഉണ്ട്. ഇപ്പോൾ എന്നോടൊപ്പം ഇവിടെ കോഴിക്കോട് ജില്ലാ പഞ്ചായത്തിലേക്ക് മത്സരിക്കുന്ന മണിമാഷ് നമ്മോടൊപ്പം ചേരുന്നുണ്ട്. മണിമാഷ് ഇവിടുത്തെ വളരെ പ്രധാനപ്പെട്ട, ഉള്ളേരിയിൽ വളരെ പ്രധാനപ്പെട്ട ജനകീയനായ നേതാവാണ്. ഇവിടുത്തെ പഞ്ചായത്ത് പ്രസിഡന്റായിരുന്നു, ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റായിരുന്നു, മികച്ച സഹകാരിയാണ്. അദ്ദേഹത്തെയാണ് ഇപ്പോൾ ജില്ലാ പഞ്ചായത്തിലേക്ക് ഈ ഡിവിഷനിൽ നിന്നും മത്സരിപ്പിക്കുന്നത്. പക്ഷേ കൈരളി ന്യൂസിലേക്ക് സ്വാഗതം. താങ്ക് യു. എങ്ങനെയുണ്ട് പ്രചാരണം? ഏതാണ്ട് അടുത്തു, തെരഞ്ഞെടുപ്പ് എത്താറായി. ശക്തമായി മുന്നോട്ട് പോകുന്നുണ്ട്. പ്രചരണം നമ്മൾ വളരെ മേൽക്കൈ നേടിയിട്ടുണ്ട്. പ്രചരണത്തിൽ ജില്ലാ പഞ്ചായത്തായിരുന്നാലും ഗ്രാമപഞ്ചായത്ത് വാർഡ് സ്ഥാനാർത്ഥികളും ബ്ലോക്ക് പഞ്ചായത്ത് സ്ഥാനാർത്ഥികളും പര്യടനം ഏറെക്കുറെ പൂർത്തീകരിച്ചു. രണ്ടാം ഘട്ട പര്യടനത്തിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. എങ്ങനെയാണ് ജനങ്ങളുടെ ഒരു റെസ്പോൺസ്? നിങ്ങൾ വോട്ട് തേടി പോകുമ്പോൾ നല്ല റെസ്പോൺസാണ്. ഒന്ന്, സാമൂഹ്യ സുരക്ഷാ പെൻഷൻ്റെ വർധനവ് ജനങ്ങൾക്കിടയിൽ വലിയ മാറ്റം ഉണ്ടാക്കിയിട്ടുണ്ട്. ഒപ്പം നമ്മളെ പ്രദേശത്തെ സംബന്ധിച്ചിടത്തോളം കിഫ്ബി പദ്ധതിയിലൂടെ തന്നെ വിവിധങ്ങളായിട്ടുള്ള പദ്ധതികൾ ഉള്ളിയേരി ഗ്രാമപഞ്ചായത്ത് ഉൾപ്പെടെ വന്നിട്ടുണ്ട്. പൊള്ളൂർക്കടവ് പാലം, അതുപോലെ തന്നെ നമ്മുടെ ഇവിടെ റെഗുലേറ്റർ കം പിടിച്ച്, അതുപോലെ അപ്പുറത്ത് വേറെ ഒരു പാലമുണ്ട്, തോരായിക്കടവ് പാലമുണ്ട്. ഇങ്ങനെ വിവിധങ്ങളായ പദ്ധതികൾ കിഫ്ബി മുഖാന്തരം കോടിക്കണക്കിന് രൂപ ചെലവഴിക്കപ്പെട്ടിട്ടുള്ള ഒരു മണ്ഡലം കൂടിയാണ് നമ്മുടെ മണ്ഡലം. മാത്രമല്ല, നമ്മുടെ പ്രധാനപ്പെട്ട റോഡായിട്ടുള്ള കുറ്റ്യാടി കോഴിക്കോട് ഹൈവേ അതും നല്ല രീതിയിൽ വൃത്തിയായിട്ട് മനോഹരമാക്കി നമുക്ക് ടാറിങ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ, മെയിൻ്റനൻസ് കാര്യങ്ങൾ ചെയ്യാൻ പറ്റി. അതോടൊപ്പം താമരശ്ശേരി കൊയിലാണ്ടി റോഡ് അതും 272 കോടി രൂപ ചെലവഴിച്ചുകൊണ്ട് പൂർത്തീകരിച്ച് നല്ല രീതിയിൽ നമുക്ക് മാറ്റം വരുത്താൻ വേണ്ടി സാധിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ കിഫ്ബി പദ്ധതിയിലൂടെ നല്ല തരത്തിലുള്ള സാമ്പത്തിക സഹായം ലഭിച്ച മണ്ഡലമാണ് ഞാൻ മത്സരിക്കുന്ന അത്തോളി, ഉള്ളിയേരി, അതുപോലെ തന്നെ ചേമഞ്ചേരി, ചെങ്ങോട്ടുകാവ് തുടങ്ങിയിട്ടുള്ളത്. കാരണം ദേശീയപാത അവരുടെ കൺമുമ്പിലുണ്ടല്ലോ. ചെങ്ങോട്ടുകാവിൻ്റെയും ചേമഞ്ചേരിയുടെ ഭാഗമാണ് എൻ്റെ മണ്ഡലം. അപ്പോൾ ദേശീയപാതയുടെ വികസനം അവരെ സംബന്ധിച്ചിടത്തോളം ഏറെ പ്രധാനപ്പെട്ടതാണ്. അത് വലിയ മാറ്റമാണ് ആ രണ്ട് പഞ്ചായത്തിൽ ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പോൾ എന്തായാലും എല്ലാ ആശംസകളും. ഇപ്പോൾ നമ്മോടൊപ്പം ഷാജു ഇവിടുത്തെ മുൻ പഞ്ചായത്ത് പ്രസിഡന്റായിരുന്നു. നിരവധിയായ വൈവിധ്യമാർന്ന പദ്ധതികളൊക്കെ ഈ പഞ്ചായത്തിൽ നടപ്പിലാക്കിയ മുൻ പഞ്ചായത്ത് പ്രസിഡന്റാണ്. അദ്ദേഹമാണ് ഈ വാർഡിനെ പ്രതിനിധീകരിച്ചുകൊണ്ട് ഇപ്പോൾ ഇവിടെ മത്സരിക്കുന്നത്. ഷാജു, ജനങ്ങളിലേക്കൊക്കെ ഇറങ്ങി ചെല്ലുമ്പോൾ എന്താണ് ജനങ്ങളുടെ ഒരു പൊതു അഭിപ്രായവും പൊതു പ്രതികരണങ്ങളൊക്കെ എങ്ങനെയാണ്? മണിമാഷ് പറഞ്ഞതുപോലെയൊക്കെ. അതെ, ഈ തെരഞ്ഞെടുപ്പിനെ നേരിടുന്ന സമയത്ത് ജനങ്ങളിലൊക്കെ ആവേശമാണ്. പ്രത്യേകിച്ച് ഇടതുപക്ഷ സർക്കാരിൻ്റെ നേട്ടങ്ങൾ തന്നെയാണ് ഞങ്ങൾക്ക് ഈ തെരഞ്ഞെടുപ്പിൽ പറയാനുള്ളത്. ഞങ്ങളുടെ ആവേശവും അത് തന്നെ ജനങ്ങൾ സ്വീകരിച്ചിട്ടുണ്ട്. തീർച്ചയായും ഉള്ളിയേരി ഗ്രാമപഞ്ചായത്തിൽ നാളിതുവരെ ചെയ്തിട്ടുള്ള വികസന പ്രവർത്തനം തുടർച്ചയായിട്ട് മുന്നോട്ട് പോകാൻ ഞങ്ങൾക്കൊരു പ്രതീക്ഷ തന്നെയാണ്. എന്തായാലും വലിയ മാറ്റം കേരളത്തിലുടനീളം ഉണ്ടാവും. അത് ഉള്ളിയേരി പഞ്ചായത്തിലുണ്ടാവും എന്നുള്ള പ്രതീക്ഷയാണ്. ഈ പരിസരത്തെ വാർഡുകളും മറ്റ് പഞ്ചായത്തുകളൊക്കെ ഒരു സ്ഥിതി എങ്ങനെയാണ്? പഞ്ചായത്തിന് നല്ല മേൽക്കൈയാണ് ഇപ്പോൾ ഉള്ളത്. തീർച്ചയായും പഞ്ചായത്തിൽ കഴിഞ്ഞ വർഷത്തെക്കാളിലും വലിയ ഭൂരിപക്ഷത്തിൽ ഭരണസമിതി അധികാരത്തിൽ വരുമെന്ന ഒരു പ്രതീക്ഷ തന്നെയാണ് ഉള്ളത്. വനിത, ഇങ്ങനെയാണ് നമ്മുടെ പ്രധാനപ്പെട്ട രണ്ട് സ്ഥാനാർത്ഥികളാണ് ഇപ്പോൾ നമ്മോടൊപ്പം സംസാരിച്ചിരിക്കുന്നത്. ഇവിടെ ഒരുപാട് ആൾക്കാരൊക്കെ ഈ പ്രചാരണത്തിന് വേണ്ടി എത്തിയിട്ടുണ്ട്. നമ്മുടെ കൂടെ നേരത്തെ കഴിഞ്ഞ പഞ്ചായത്ത് പ്രസിഡന്റായിരുന്നു. ഇവിടുത്തെ ഇപ്പോൾ പ്രധാനപ്പെട്ട പ്രചാരക കൂടിയാണ്. എങ്ങനെയുണ്ട് തെരഞ്ഞെടുപ്പിൻ്റെ ഒരു പൊതു ഓളം ഈ ഗ്രാമീണ മേഖലയിൽ? തെരഞ്ഞെടുപ്പിൻ്റെ പ്രവർത്തനം ഈ വാർഡ് എന്ന് പറയുമ്പോൾ ഇടതുപക്ഷത്തിന് വളരെ സ്വാധീനമുള്ള വാർഡാണ്. ഇവിടെ നല്ല രീതിയിൽ ഇതിൻ്റെ പ്രവർത്തനം നടക്കുന്നുണ്ട്. ഇവിടെ മാത്രമല്ല, ഉള്ളിയേരി പഞ്ചായത്തിലും നമ്മുടെ കേരള സംസ്ഥാനത്തൊക്കെ ഇടതുപക്ഷത്തിൻ്റെ പ്രവർത്തനം നല്ല രീതിയിൽ നടക്കുന്നുണ്ട്. ഇവിടെ നമ്മളൊരു യുവ പ്രവർത്തകനുണ്ട്. എങ്ങനെയാണ് ഇവിടുത്തെ ഈ നാട്ടിലെ യുവാക്കളൊക്കെ ഈ തെരഞ്ഞെടുപ്പിനോട് പ്രതികരിക്കുന്നത്? യുവാക്കൾ നല്ല രീതിയിൽ തന്നെയാണ് ഈ തെരഞ്ഞെടുപ്പിൽ പ്രതികരിക്കുന്നത്. നല്ലൊരു മുന്നേറ്റം കഴിഞ്ഞ കാലത്തേക്കാട്ടിലും ഉപരിയായിട്ട് ഈ വർഷം കേരള സർക്കാർ ചെയ്ത വികസന പ്രവർത്തനത്തിൻ്റെ തുടർച്ചയായിട്ട് ഉള്ളിയേരി പഞ്ചായത്ത് നല്ല മേൽക്കൈ, പ്രത്യേകിച്ച് ഈ വാർഡിലും
കോഴിക്കോട് ജില്ലാ പഞ്ചായത്തിലേക്കും ബ്ലോക്ക് പഞ്ചായത്തിലെ സ്ഥാനാർത്ഥികൾ വൻ ഭൂരിപക്ഷത്തിൽ തന്നെ വിജയിച്ചു വരും. അതിൽ യാതൊരു സംശയവുമില്ല. ഇതാണ് എല്ലാവരും വലിയ പ്രതീക്ഷയിലാണ്. കാരണം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഈ ഗ്രാമീണ മേഖലയൊക്കെ LDFിൻ്റെ പ്രത്യേകിച്ച് CPIMൻ്റെ ശക്തി കേന്ദ്രങ്ങളാണ്. അതുകൊണ്ട് ജനങ്ങൾക്കെല്ലാം അറിയാം ഇവിടെ നടത്തിയ വികസന പ്രവർത്തനങ്ങൾ, ക്ഷേമ പ്രവർത്തനങ്ങൾ. അത് സംസ്ഥാനത്ത് ആകെയുള്ള വികസന പ്രവർത്തനങ്ങളുടെ കൂടെ തന്നെ ഈ പഞ്ചായത്തുകളിലും ഈ വാർഡുകളിലും ഒക്കെ നടത്തിയ കാര്യങ്ങളൊക്കെ ജനങ്ങൾക്കറിയാം. അവർ നേരിട്ട് അനുഭവിക്കുന്നതാണ് ഓരോ കാര്യങ്ങളും. ഈ ക്ഷേമ പെൻഷൻ ഉൾപ്പെടെയുള്ള ജനകീയ സഹായ പ്രവർത്തനങ്ങളൊക്കെ സർക്കാരിൻ്റെ കരുതലൊക്കെ നേരിട്ട് അനുഭവിക്കുന്നവരാണ്. അതുകൊണ്ട് തന്നെ വലിയ പ്രതീക്ഷ, വലിയ വിജയപ്രതീക്ഷ, വലിയ ഭൂരിപക്ഷത്തോടു കൂടി ഇവിടുത്തെ സ്ഥാനാർത്ഥികളൊക്കെ വിജയിക്കുമെന്നുള്ള ഒരു വലിയ പ്രതീക്ഷ തന്നെയാണ് ഇവരൊക്കെ നമ്മോട് പങ്കുവെക്കുന്നത്. മനു.